ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അല്ലെന്നും ഞാൻ അറിയുന്നു. യോബിൻ്റെ ജീവിതത്തെ 3 ഘട്ടമായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഘട്ടം യോബിൻ്റെ ജീവിതം 1-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ സമ്പൽ സമൃദ്ധമായ ഈ ലോകത്തിൻ്റെ മഹിമയിലും പ്രതാപത്തിലും ഔന്നത്യത്തിലിരിക്കുന്ന ഒരു യോബിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ചില ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ആളുകൾ താൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന അത്ര ഉന്നത പദവി ഉണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു യോബിനെയാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് യോബിൻ്റെ ജീവിതം നമ്മൾ 1-ാമത്തെ അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ വേദനയിലൂടെ ഒക്കെ പോകുന്നൊരു യോബും ആ കഷ്ടതയും വേദനയും കുറെ കൂടി കൂട്ടുന്ന തൻ്റെ സ്നേഹിതന്മാരെ, തൻ്റെ ഭാര്യ ഉൾപ്പെടെ അതൊന്നും കുറയ്ക്കുകയല്ല, തനിക്ക് തൻ്റെ വേദനയെ കുറേ കൂടെ കൂട്ടുവാൻ തക്കവണ്ണം അവരുടെ സാന്നിധ്യം ഇടയാകുന്നു എന്നതും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണവർ എന്ന് യോബ് പറയുന്ന വാക്കുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അനേക ചോദ്യങ്ങൾ യോബിൻ്റെ സ്നേഹിതന്മാർ യോബിനോട് ചോദിക്കുന്നുണ്ട്. നീതിമാൻ എങ്ങനെ മുടിഞ്ഞു പോകുന്നു, താൻ നീതിമാനല്ല, താൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിർമ്മലനല്ല എന്നൊക്കെ പറഞ്ഞ് താനൊരു പാപിയായ മനുഷ്യനാണെന്നും അധാർമികമായി ജീവിച്ച മനുഷ്യനാണെന്നും അതിൻ്റെ ഇതെല്ലാം എന്നും പറഞ്ഞ് തൻ്റെ വേദനയെ കൂട്ടുമ്പോൾ യോബ് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ താൻ ചെയ്തിട്ടില്ല, ഞാൻ ധാർമ്മികമായിട്ടാണ് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ്, മാത്രമല്ല 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു, എൻ്റെ ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അപ്പോൾ യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ യോബ് പറയുകയാണ്, ദൈവത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കലൊന്ന് ചെന്ന് ദൈവത്തിൻ്റെ ന്യായ വിസ്താരത്തിങ്കിൽ ഞാൻ നിന്ന് എൻ്റെ ന്യായം മുഴുവൻ ഞാൻ പറയുമായിരുന്നു, നോക്കണം, എൻ്റെ ന്യായം വിവരിക്കുമായിരുന്നു, എൻ്റെ ന്യായവാദം ഞാൻ പറയുമായിരുന്നു. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് യോബ് പറയുന്ന ഇങ്ങനെയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ പൊടിമേൽ നിൽക്കും, ഞാൻ ദൈവത്തെ കാണും, എൻ്റെ രൂപത്തെ കാണുമെന്ന്. അപ്പോഴും നോക്കണം, യോബിന് നല്ല ഉറപ്പുണ്ട്, തൻ്റെ സ്നേഹിതന്മാർ പറയുന്നത് പോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന വ്യക്തമായ ഉറപ്പ് യോബിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്ന ചോദ്യങ്ങളെ ഒന്നും അംഗീകരിക്കാതെ അതെല്ലാം അവരോട് തിരിച്ച് തൻ്റെ ന്യായത്തെ അവരുടെ മുമ്പിൽ തെളിയിക്കുവാൻ ശ്രമിക്കുന്ന യോബിനെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവമക്കളെ, സ്തോത്രം, നമ്മൾ 38-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ യഹോവയായ ദൈവം യോബിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് 38-ാം അധ്യായം. യഹോവയായ ദൈവവും യോബും തമ്മിൽ സംസാരിക്കുന്ന വാക്കുകൾ. അവിടെ യോബിനോട് അനേക ചോദ്യങ്ങളാണ് യഹോവയായ ദൈവം ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ യോബിന് ഉത്തരം പറവാനായിട്ട് കഴിയുന്നില്ല. ഒരു ചോദ്യത്തിനും യോബ് ഉത്തരം പറയുന്നില്ല. 40-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോബ് പറയുന്ന ചില വാക്കുകൾ ദൈവത്തോട് പറയുകയാണ്. ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയണ്ടു, ഞാൻ കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഊര ചെയ്തു, ഇനി മിണ്ടുകയുമില്ല. അപ്പോൾ നോക്കണം,
തൻ്റെ സ്നേഹിതന്മാരോട്, തൻ്റെ ഭാര്യയോട് ഒക്കെ ഉത്തരം പറയുന്ന, തൻ്റെ ന്യായത്തെ വിളമ്പുന്ന യോബ് ദൈവത്തിൻ്റെ മുമ്പിൽ മൗനമാവുകയും വാ പൊത്തുകയും. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് യോബിന് ഒരു ഉത്തരവുമില്ല. യോബിന് അതൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ചോദ്യങ്ങളുടെ എല്ലാം മുമ്പിൽ യോബിൻ്റെ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരമാണ് നമ്മുടെ ധ്യാന ചിന്തയിൽ നമ്മൾ എടുക്കുവാൻ ഇടയായി തീർന്നത്. അതാണ് 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ ഈ 38-ാം അധ്യായം തൊട്ട് 41-ാം അധ്യായം വരെയുള്ള ഈ ദൈവത്തിൻ്റെ ചോദ്യങ്ങളുടെ എല്ലാം ഒരൊറ്റ വാക്കിൽ യോബിന് ഉത്തരമുള്ളൂ. അതെന്തെന്നാൽ സകലവും ദൈവം ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി. അപ്പോൾ ദൈവത്തിന് അതിനെല്ലാം പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യോബിന് ഉത്തരമില്ല. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആരാണ്? ഭൂമിയുടെ അളവ് നൂൽ പിടിച്ചവൻ ആരാണ്? ഇതിനൊന്നും ഒരു ഉത്തരമില്ലെങ്കിലും ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം യോബ് പറയുന്നതിനകത്ത് ഇങ്ങനെയാണ്: ദൈവമേ, നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ നീളം, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നീ ചെയ്തതിനൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. അപ്പോൾ ആ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമാകത്തില്ല. അതേ ദൈവമക്കളെ, നിന്റെ യോബ് പറയുന്നത്, സ്തോത്രം, നിനക്കൊന്നും അസാധ്യമല്ല, നിന്റെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് പകൽക്കാലം യോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു 3-ാമത്തെ ഘട്ടമാണ് 42-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 7 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. 3 ഘട്ടമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3-ാമത്തെ ഘട്ടം വീണ്ടും ഇരട്ടി അനുഗ്രഹത്താൽ, ഇരട്ടി പ്രതാപത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുന്ന യോബ്. അപ്പോൾ കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, അല്ല, ജീവിതത്തിൽ വരുന്ന ഏത് കാര്യത്തിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അതിനകത്ത് എന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് ഈ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നു. 2 ശമൂവേൽ 17:14 ഒരു വാക്യമുണ്ട്: അഹിതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. 16:23 അക്കാലത്ത് അഹിതോഫേലിന്റെ ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആലോചന പോലെ, അല്ലെങ്കിൽ ദൈവം ഒരാലോചന പറഞ്ഞാൽ അത് നിറവേറ്റിയെടുക്കും ദൈവത്തിന്റെ ഉദ്ദേശമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ അഹിതോഫേൽ അങ്ങനെ ആലോചന പറയുന്ന, കൃത്യമായ ആലോചന പറയുന്ന മനുഷ്യനായിരുന്നു. ആ ആലോചനയാണ് അഹിതോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്. അത് സത്യമായ ആലോചനയായിരുന്നു. അഹിതോഫേലിന്റെ ആലോചനയെ അബ്ശാലോം അനുസരിച്ചിരുന്നുവെങ്കിൽ ദാവീദിനെയും കൂടെയുള്ളവരെയും കൊല്ലുവാൻ ആ ആലോചന നടക്കുമായിരുന്നു. പക്ഷേ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അഹിതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ ദൈവം നിശ്ചയിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് ഓരോ കാര്യങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ സുഹൃത്ത് 12-ാം അധ്യായത്തിൽ പത്രോസിനെ ഹെരോദാവ് പിടിച്ചു കൊല്ലുവാൻ ആഗ്രഹിച്ച് കാരാഗ്രഹത്തിലടയ്ക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവം അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ സുഹൃത്ത് 12:11 ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറയും.
അപ്പോൾ ഹെരോദാവിനും യഹൂദ ജനത്തിനുമുള്ള ആഗ്രഹം ഇവനെ കൊല്ലണമെന്നായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയല്ല, ഇവനെ വിടുവിക്കണമെന്നായിരുന്നു. പിടിക്കപ്പെട്ട ഹെരോദാവിൻ്റെ മരണത്തോടു കൂടിയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ധ്യാനചിന്തയിൽ പറവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഏതൊരു കാര്യവും അവനൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതിൻ പ്രകാരമാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയിൽ നാം അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, സന്തോഷങ്ങൾ, സമൃദ്ധികൾ, ഇതൊക്കെയുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വേദനയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീണ്ടും ദൈവം അവന് സമൃദ്ധി മടക്കി കൊടുക്കുന്നു. അപ്പം നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ, യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതൊക്കെ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം നമുക്കറിയാം. പിശാച് ദൈവമായുള്ള സംഭാഷണം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് യോബിനെ വിട്ടുകൊടുത്തു എന്ന് ചോദ്യം ചോദിച്ചാൽ അവിടെ ദൈവത്തിനൊരു ഉത്തരമുണ്ട്. ആ ഉദ്ദേശങ്ങൾ അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു കാര്യത്തിൻ്റെ പിമ്പിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിയുക. യോബിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിനു വേണ്ടി അവൻ കടന്നുപോയ വഴികൾ. അപ്പോൾ തന്നെ നാം ദാവീദ് എന്നെ തകർത്ത് കളയുവാൻ അബ്ശാലോം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആലോചന പറഞ്ഞു കൊടുക്കുന്ന അഹീതോഫേൽ, പക്ഷേ അവൻ്റെ ആലോചന വ്യർത്ഥമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തൻ്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി ഓടുമ്പോൾ അഹീതോഫേൽ വിചാരിച്ചു അവനെ പൂർണ്ണമായി നശിപ്പിച്ച് കളയാമെന്ന്. പക്ഷേ കഴിഞ്ഞില്ല, അവൻ്റെ ആലോചനയ്ക്ക് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അഹീതോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കുവാൻ ദൈവം നിശ്ചയിച്ചു. അതാണ് അവിടെ നടന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര ബുദ്ധിമാനായാലും, എത്ര കഴിവുള്ളവനായാലും, എത്ര നല്ല ആലോചന പറഞ്ഞു കൊടുക്കുന്നവനായാലും ശരി, ദൈവത്തിന് അത് അബദ്ധമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതേ നടക്കൂ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹെരോദാവിന് കഴിവുണ്ടായിരുന്നു. അവൻ പിടിച്ച് ജയിലിലാക്കി പത്രോസിനെ. പക്ഷേ കൊല്ലണമെങ്കിൽ ഹെരോദാവ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശമേ നടക്കൂ. ദൈവത്തിൻ്റെ ഉദ്ദേശം പത്രോസ് വിടിവിക്കപ്പെടണമെന്നായിരുന്നു. അതാണ് നടന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യവും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട്. അതുമാത്രമേ നടക്കുകയുള്ളൂ. അതറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ഉദ്ദേശങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതറിഞ്ഞ് അങ്ങേക്ക് സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായമാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ അതിന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, അങ്ങയുടെ ജനത്തോട് ഈ വചനം വെച്ച് സംസാരിച്ച് അവർ പോകുന്ന വഴികളിൽ ഒക്കെ യഹോവേ അങ്ങയുടെ ഉദ്ദേശമുണ്ട് എന്നും അത് ഹല്ലേലൂയ മാത്രമേ നടക്കുകയുള്ളൂ എന്നും അത് മനസ്സിലാക്കുവാൻ ദൈവം ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിനം ജനത്തിന് അനുഗ്രഹമാകട്ടെ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനത്തെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.